നത്തിങ് ഫോൺ 3 ഏകദേശം ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു യൂസർ റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം 2-3 മാസം മേളിലായി. അതുകൊണ്ട് തന്നെ ഈ ഫോൺ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ വീഡിയോയിൽ ഫോണിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ മാത്രം പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോൺ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിന്റെ ഡിസ്പ്ലേ ആണ്. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. 25,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിലും മികച്ചൊരു ഡിസ്പ്ലേ ഉള്ള ഫോൺ കിട്ടിയാലെന്ന് തന്നെ പറയാം. 120 ഹെർട്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള അമലോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ എത്ര തന്നെ വെയിലത്ത് യൂസ് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് കാണാൻ പറ്റും. പീക്ക് ബ്രൈറ്റ്നസ് കമ്പനി പറയുന്നത് 3000 നിറ്റ്സ് വരെയാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആണ് ഫോൺ. നിങ്ങൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്, റീൽസ് കാണുന്ന ആളാണ്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കൂടുതൽ ഇഷ്ടപ്പെടും. നല്ല കിടിലൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ല കിടിലൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു പോസിറ്റീവ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ഏറ്റവും മികച്ച പോസിറ്റീവ്, അതായത് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നത്തിങ്ങിന്റെ ഫോൺ ആൾക്കാർ വാങ്ങുന്നത് തന്നെ ഇപ്പൊ ആ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യമാണ്. നമുക്ക് ചില സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു കൊതി തോന്നും ഫോണിനോട്. എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം ആൻഡ്രോയിഡ് ഫോണുകളോട് കുറച്ചുകൂടെ ഇഷ്ടം കൂടി. അത് വേറൊന്നുമല്ല, ഈ ഫോണിനോടുള്ള ഒരു ഇഷ്ടമാണ്. അനിമേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഈസിനെസ് ആയിക്കോട്ടെ, ഭയങ്കര സ്മൂത്ത് ആണ് ഫോൺ. ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ഒരു തലവേദന തരാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഒരു ബ്ലോട്ട് വേഴ്സോ ഒരു ആഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ്. നല്ല സോളിഡ് ആയിട്ടുള്ള ഫോണാണ്. പക്ഷെ ഇതിനകത്ത് ഒരു നെഗറ്റീവും വരുന്നുണ്ട്. അതായത് ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ വേറെ നെഗറ്റീവ് വരുന്നുണ്ട്. അത് ഞാൻ നെഗറ്റീവിന്റെ സെക്ഷൻ പറയുമ്പോൾ പറയാം. ഇതിന്റെ ഡിസൈൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോഴത്തെ എല്ലാ കമ്പനികളുടെ മെയിൻ ആയിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണുകളും ഏകദേശം സെയിം ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഏത് കമ്പനിയുടെ ഫോണും ആയിക്കോട്ടെ. ഇപ്പൊ സാംസങ് ആണെങ്കിൽ സാംസങ്ങിന്റെ എല്ലാ ഫോണും ഒരേ രീതിക്കാണ് ഇരിക്കുന്നത്. ഐക്യു ആയിക്കോട്ടെ, ഐക്യുവിന്റെ എല്ലാ ഫോണുകളും ഒരേ രീതിയാണ്. മോട്ടറോള ആയിക്കോട്ടെ, മോട്ടറോളയുടെ എല്ലാ ഫോണുകളും ഏകദേശം ഒരേ ലുക്കാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പോലും ഇത് ഏത് ഫോണാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ ഫോണുകളും ഇരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് നത്തിങ്ങിന്റെ ഏത് ഫോൺ നിങ്ങൾ എടുത്തു, നത്തിങ് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 2A ആയിക്കോട്ടെ, 3A ആയിക്കോട്ടെ, നമുക്ക് ഏത് ഫോണും കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ഫോണാണെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു യൂണീക് ഡിസൈൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IP64 റേറ്റഡ് ആണ്. എടുത്തു പറയേണ്ട കാര്യമില്ല. ചെറിയ രീതിയിൽ മഴ നനഞ്ഞാലോ ചെറിയ രീതിയിൽ വെള്ളം വീണാലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ എന്ത് IP റേറ്റിംഗ് ഉണ്ടെങ്കിലും ഒരു വാട്ടർ ഡാമേജ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോണും വാറന്റി തരികയില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും അറിഞ്ഞുകൊണ്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫോണിന്റെ ബാറ്ററി ലൈഫ് കൊണ്ടൊരു പോസിറ്റീവ് ആണെന്ന് പറയാം. 5000 mAh ആണ് ഫോണിനകത്ത് ബാറ്ററി വരുന്നത്. നമ്മൾ എത്ര തന്നെ ഹെവി യൂസ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കിട്ടും. ഇപ്പോഴത്തെ ഫോണിനകത്ത് 6000-7000 mAh ഒക്കെയാണ് ഫോണിനകത്ത് ബാറ്ററി വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററി കുറച്ച് കുറവാണെന്ന് പറയാം. പിന്നെ ഫോണിന്റെ പ്രോസസറും അതുപോലെ തന്നെ പെർഫോമൻസും ഈ ഫോണിന്റെ ഒരു പോസിറ്റീവ് ആണെന്ന് പറയാം. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന പ്രോസറാണ് വരുന്നത്. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഐക്യുവിന്റെ നിയോ 10R ഏറ്റവും നല്ല പ്രോസർ വരുന്നത്. അതായത് 25,000 പ്രൈസ് റേഞ്ച് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ഒക്കെയാണ് വരുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിം കളിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് നേരെ ഐക്യുവിന്റെ നിയോ 10R മേടിക്കാം. പക്ഷെ അതിനകത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, ഐക്യുവിന്റെ ഏതിന്റെ ഫോൺ നിങ്ങൾ വാങ്ങിക്കോ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവും, ഹീറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി പോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യുവിന്റെ ഫോൺ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോണും ആയിക്കോട്ടെ, നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പെർഫോമൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ യൂസേജിൽ യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നമുക്ക് ഗെയിം കളിക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്യുന്നതിനോ, നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ്. ഇത്തരം കാര്യങ്ങളാണ് ഫോണിനകത്ത് പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ വരുന്നത്. ഫോണിന്റെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിനകത്ത് സ്റ്റോറേജ് ആണ്. UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. ഒരു 25,000 പ്രൈസ് റേഞ്ചിൽ UFS 3.1 എങ്കിലും മിനിമം കൊടുക്കാമായിരുന്നു. പക്ഷേ UFS 2.2 കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കൂടുതൽ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ക്യാമറയുടെ ആപ്പൊക്കെ ഇടയ്ക്ക് ലാഗ് ആകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഗാലറിയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാനൊക്കെ നോക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. ആ ഒരു ലാഗിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് UFS 2.2 ആയതുകൊണ്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യമാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന്. നമുക്ക് നത്തിങ് ഫോൺ 2A ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ വേണ്ടി വന്നിരുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പക്ഷെ ഇതിനകത്ത് വരുന്നത് പാൻഡ ഗ്ലാസ് ആണ്. അവര് ബഡ്ജറ്റ് 25,000 താഴെ നിർത്താൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും. പക്ഷെ നമ്മളൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് പെട്ടെന്ന് തന്നെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി ഫോണിന്റെ അടുത്ത നെഗറ്റീവ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് ആണ്. വേറെ ഒന്നുമല്ല, ഫോൺ ഹീറ്റ് ആയിക്കോട്ടെ, അതായത് ഗെയിം കളിക്കുമ്പോഴൊക്കെ ഹീറ്റ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ എല്ലാ ഫോണും ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും ഹീറ്റ് ആവും. പക്ഷെ ആ ഹീറ്റിംഗ് അല്ല, നമ്മൾ അത്യാവശ്യം ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ, അതായത് നമ്മളൊരു ടൂർ പോയൊക്കെ എന്ന് വെച്ചു, നമ്മൾ നല്ല രീതിയിൽ ക്യാമറ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫോണിന്റെ ക്യാമറയുടെ ബാക്ക് സൈഡൊക്കെ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട്. അത് ഓവർ ഹീറ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ ഹീറ്റ് ആകുന്നുണ്ട്.
ഗെയിം കളിക്കുമ്പോഴും ഫോൺ അത്യാവശ്യം ഹീറ്റ് ആകുന്നുണ്ട്. പക്ഷെ നമുക്ക് പെർഫോമൻസിൽ അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിനകത്ത് ചാർജർ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആണ്. വേറെ ഒന്നുമല്ല, 25,000 പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാ ഫോണുകളും നമുക്ക് ചാർജറുകൾ തരുന്നുണ്ട്. അത് 60 വാട്ടോ 80 വാട്ടോ എത്ര ആയിക്കോട്ടെ ഒരു ബോക്സിനകത്ത് തരുന്നുണ്ട്. നമ്മൾ 25,000 പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളായിട്ടാണ് ഈ ഫോൺ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ചാർജർ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ 2,000, 2,100, 2,200 കൊടുക്കേണ്ടി വരും. അപ്പൊ ഫോണിന്റെ വില 25,000 എന്നുള്ള 27,000, 28,000 മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജർ ഇല്ല എന്നുള്ളതും ഫോണിന്റെ ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഫോണിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഫോണിന്റെ ക്യാമറയാണ്. ക്യാമറയുടെ പെർഫോമൻസ് മോശമാണെന്നല്ല, ഫോട്ടോസ് വളരെ മോശമാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇതിന്റെ ക്യാമറയുടെ സ്പെക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ട്. പിന്നെ നോർമൽ ലെൻസും 50 മെഗാ പിക്സലിലാണ്. പക്ഷെ ഇവർ വരുന്ന സ്പെക്ക് വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ക്യാമറയുടെ അടുത്ത് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്ന 25,000 പ്രൈസ് റേഞ്ചിൽ ഐക്യുവിന്റെ നിയോ 10R അതുപോലെ തന്നെ മോട്ടറോളയുടെ എഡ്ജ് 50 നിയോ എന്ന് പറഞ്ഞ ഫോണുണ്ടല്ലോ, ആ രണ്ട് ഫോണിനകത്താണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ക്യാമറ വരുന്നത്. ഇതിനകത്തെ ഫോട്ടോയുടെ മെയിൻ ആയിട്ട് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് കളർ ടോണുകളാണ്. ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്ത രീതിയിലുള്ള കളർ ടോണുകളാണ്. പല ഫോട്ടോയ്ക്കും പല രീതിയിലുള്ള ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് വീഡിയോഗ്രാഫിയാണ്. നിങ്ങളൊരു വ്ളോഗറാണോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഫോൺ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൺ നോക്കുന്നതായിരിക്കും നല്ലത്. ഒട്ടും നല്ലതല്ല ഇതിനകത്ത് വീഡിയോഗ്രാഫി എന്ന് പറയുന്നത്. സംഭവം ശരിയാണ്, 4K കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ആണ് വീഡിയോഗ്രാഫിയിൽ കിട്ടുന്നത്. നോർമൽ ഫോട്ടോസും കാര്യങ്ങളൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നമുക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ എഡ്ജ് ഡിറ്റക്ഷൻ പരിപാടികളൊക്കെ മറ്റുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോണിന്റെ പോസിറ്റീവ്സ് പറഞ്ഞപ്പോൾ പറയാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒരു 3 വർഷത്തേക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. അതെന്തായാലും നത്തിങ്ങിന്റെ കാര്യത്തിൽ പക്കയായിരിക്കും. മറ്റുള്ള കമ്പനിക്കാർ പറയുന്നല്ലാണ്ട് അത് കൊടുക്കാറില്ല. പക്ഷേ ഇതുവരെയുള്ള എന്റെ അനുഭവത്തിൽ നത്തിങ്ങിന്റെ കാര്യത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പരിപാടിയൊക്കെ അവർ പക്കയായിട്ട് തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തല്ലോ, ഈ യൂസ് ചെയ്തപ്പോഴും ഞാൻ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞു വെച്ച് കമ്പയർ ചെയ്താലും എനിക്ക് ഈ ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, യൂസ് ചെയ്യാൻ അത്രയ്ക്ക് സുഖമാണ്. എനിക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, നമുക്കൊരു തരി ലാഗ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തില്ല. വളരെ സ്മൂത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തലവേദന തരാത്തൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 100% ഞാൻ ഹാപ്പിയാണ്. ഇനി നിങ്ങൾ ഈ ഫോൺ വാങ്ങണമെന്ന് ചോദിച്ചാൽ എന്നെ പോലെ തന്നെ ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പ്യൂർ ആയിട്ടുള്ള ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണ്ട ആൾക്കാർക്ക്, അതുപോലെ തന്നെ മികച്ചൊരു ഡിസ്പ്ലേ ഉള്ള അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ വരുന്ന ഒരു നോർമൽ ക്യാമറ വരുന്ന ഒരു ഫോൺ വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ വാങ്ങാം. ഇനി നിങ്ങൾ ഗെയിം കളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫോൺ വാങ്ങാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങണമെന്ന് ഞാൻ പറയുകയില്ല. വേറെ ഒന്നുമല്ല, ഈ ഫോണിൽ ഗെയിം ഒക്കെ കളിക്കാം, നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാം. പക്ഷെ നിങ്ങൾക്ക് 25,000 പ്രൈസ് റേഞ്ചിൽ താഴെ വേറെ ഫോണുകൾ അവൈലബിൾ ആണ്. ഇതിലും നല്ല ബെറ്റർ ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റിയ ഫോണുകൾ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐക്യുവിന്റെ നിയോ 10R ഒക്കെ 15 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ വരുന്ന ഒരു ഫോണാണ്. ആ ഫോൺ നിങ്ങൾക്ക് നോക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ്. വേറെ ഒന്നുമല്ല, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്രയ്ക്ക് കിടിലാണ് ഈ ഫോണിനകത്ത്.